കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രമെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത്. മലബാറിലെ ശ്രീനാരായണ ഗുരു, ബാലഗുരു എന്നൊക്കെ അറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് അദ്വൈത ദർശനത്തിലാണ്. കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക ആശ്രമം. 1927 കോഴിക്കോട് പ്രീതിഭോജനം നടത്തി. വാഗ്ഭടാനന്ദൻ പരിഷ്കരണ രംഗത്ത് മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയ്ക്കായി വാഗ്ഭടാനന്ദൻ ആശീർവാദത്തോടെ ആരംഭിച്ച സംഘടനയാണ് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1939 കോഴിക്കോട്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ധരണിയാണ്. വാഗ്ഭടാനന്ദൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മവിദ്യ, ആത്മവിദ്യാലേഖമാല, അധ്യാത്മയുദ്ധം, ഈശ്വരവിചാരം, പ്രാർത്ഥനാഞ്ജലി, മാനസചാബല്യം, മംഗളശ്ലോകങ്ങൾ, പ്രാർത്ഥനാമഞ്ജരി, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്,